ഓട് കോമളവല്ലി 80-85 കാലങ്ങളിലെ മലയാളികളെ ത്രസിപ്പിച്ച നായിക. സെറ്റിൽ നിന്നും സെറ്റിലേക്കുള്ള ഓട്ടായിരുന്നില്ലേ? ഓടി 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 പ്രായമായപ്പോ സെറ്റിൽ നിന്നും നേരെ ഷെഡിലേക്ക്. ഹലോ ഹലോ. ആ അതെ, ഞാനൊരു കഥ പറയാൻ അവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് അങ്ങോട്ട് വരാൻ വേണ്ടിട്ടാ. ലൊക്കേഷൻ ഒന്ന് പറയാമോ? ആരാ സിനിമ ചെയ്യുന്നേ? ഞാനാണ്. അപ്പൊ ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, എനിക്ക് അങ്ങോട്ട് വരാനുള്ള ആ വഴി, അങ്ങോട്ട് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ വേണ്ടി മൊബൈലില്. അത് ഞാൻ ഫോണിൽ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ മേഡം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. മേഡം മേഡം ആരാ ഇത്? പഴയ 20 വയസ്സുകാരി കോമളവല്ലി മേഡം തന്നെ. നന്നായിട്ടങ്ങ് മേക്കപ്പ് ഇട്ടല്ലേ? ഇപ്പോഴത്തെ നടിമാരെ മുന്നിലേക്ക് ഒന്ന് പിടിച്ചു നിക്കണ്ടേ? എന്റെ പൊന്നു മേഡം, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്റെ മേഡം മലയാള സിനിമയിൽ ഒരു ഫിസിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്നത് എനിക്ക് കാണണം. ഏത് പക്ഷി? ഫിസിക്സ് അല്ല, ഫിനിക്സ് പക്ഷി. പക്ഷി ഏതോ ആയിക്കോട്ടെ മേഡം, എന്റെ മേഡം പറന്നുയരുന്നത് എനിക്ക് കാണണം. ഭാസ്കര പിള്ളേ, ഓ, ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒക്കെ പോക്ക് എങ്ങനാ? ഉത്സവ പറമ്പിലെ ഗെയിം മാതിരിയാ മേഡം. കിട്ടിയാ കിട്ടി, പോയാ പോയി. അതൊക്കെ നമ്മള് പണ്ടേത്തെ മലയാള സിനിമകൾ. ആ കാലത്തൊക്കെ നസീർ സാർ ഒരു പടത്തിൽ അഭിനയിച്ച് ആ പടം സാമ്പത്തികമായി പരാജയപ്പെടുകയാണെങ്കിൽ അതേ പ്രൊഡ്യൂസറുടെ അടുത്ത പടത്തിൽ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ നടന്മാരൊക്കെ അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള നടന്മാരൊക്കെ കാണും. പക്ഷെ എത്രയാ മേഡം ഫ്രീ ആയി അഭിനയിച്ചു കൊടുക്കുന്നേ? അല്ല, മണി 10-10:30 ഈ കഥ പറയാൻ വരുന്നു പറഞ്ഞ അവിടെ എവിടെ? അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു മേഡം, അവരിപ്പൊ ഇങ്ങ് എത്തും. പിന്നെ അറിയാലോ, ഈ സിനിമയിൽ എങ്ങനെയാലും എനിക്ക് അഭിനയിക്കണം. 42 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്കുള്ള എന്റെ ഒരു തിരിച്ചുവരവാ. അത് ഞാൻ മലയാള സിനിമയെ പിടിച്ചങ്ങ് കുലുക്കും. എത്തിക്കിട്ടിയാ മതിയായിരുന്നു. അഡ്വാൻസ് വാങ്ങുന്നത് വരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. ഭാസ്കര പിള്ളേ, പോയൊരു കപ്പ് കാപ്പി എടുക്കേ. അയ്യോ, എന്തിനാ ഇങ്ങനെ ആവശ്യം? അയ്യോ അയ്യോ, വേഗം എടുക്ക് പിള്ളേ, ലേഖ എടുപ്പിക്കല്ലേ. അയ്യോ, ഓ, ഇതിലൊരു ഉറുമ്പ് കിടക്കുന്നേ. അതൊക്കെ ഒരു വിഷയാക്കണോ മേഡം? അതിങ്ങനെ എടുത്തങ്ങ് കളഞ്ഞാ പോരെ. അയ്യോ, ആ എറുമ്പ് കരണം മറിഞ്ഞു പോയ പോക്ക് കണ്ടോ? പൊന്നാപുരം കോട്ടയിൽ നസീർ സാറ് മലക്കം മറിഞ്ഞു പോകുമ്പോലെയുണ്ട്. പിന്നെ മേഡം, നമ്മൾ ഈ പടം ചെയ്യുന്നത് പണത്തിന് വേണ്ടിയല്ല. പണത്തിന് വേണ്ടിയാണ് ആണ്, അതെനിക്കറിയാം. അവരുടെ അടുത്ത് പറയണ്ട. മേഡത്തിന് അഭിനയത്തോടുള്ള അടങ്ങാത്ത അത്യാഗ്രഹം, അത്രയും പറഞ്ഞാ മതി. അപ്പൊ ഇവ ഈ വീട്ടിൽ അടുപ്പ് പോയാൽ സമ്മതിക്കൂല. എന്റെ പൊന്നു മേഡം, ഈ പടത്തിൽ കയറി മേഡം ക്ലിക്ക് ആയിക്കോണം. പിന്നെ ക്ലിക്ക് ആകാൻ വേണ്ടി നമുക്ക് മുന്നിൽ പടങ്ങളൊന്നുമില്ല. പിന്നെ ഒരൊറ്റ പടം മാത്രമേ ഉണ്ടാവൂ. മേഡത്തിന്റെ ഫ്രെയിം ചെയ്ത് ഇവിടെ തൂക്കുന്ന പടം. അയ്യോ, പല്ല് ചലയ്ക്കുന്നു. എന്തോ അനർത്ഥം വരാനുണ്ട് പിള്ള പറഞ്ഞ പോലെ. പല്ല് ചലിച്ചതല്ല, ആ പോളിംഗ് ബെല്ലടിച്ചതാണ്. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ആ സിനിമ കഥ പറയാൻ വേണ്ടി വരുന്ന ആളുണ്ട്. എന്തിനാ? കേറി വരൂ. ഹലോ, നമസ്കാരം. നമസ്കാരം മേഡം, നമസ്കാരം. നമസ്കാരം. ഒന്ന് അമ്മേനെ വിളിക്കോ? അമ്മ മരിച്ചിട്ട് 3 കൊല്ലായല്ലോ. കോഴിക്കോട് കോമളവല്ലി മരിച്ചോ? എപ്പോ? അയ്യോ, കോമളവല്ലി മരിച്ചില്ല, മേഡല്ലേ ഇരിക്കുന്നത്. ഇതോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തെ എന്റെ മനസ്സിൽ എന്റെ കഥാപാത്രത്തെ പറ്റിയും മേഡത്തെ പറ്റിയും ഒരു രൂപം ഉണ്ടായിരുന്നു. ഇത് 10-30 വയസ്സ് കുറഞ്ഞ് ഒരു കോളേജ് കുമാരി പോലെയല്ലോ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ കഥാപാത്രത്തിനൊരു 19 വയസ്സുണ്ട്. അതൊരു വിഷയാക്കണ്ട. ഒന്ന് കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര പ്രായം വേണമെങ്കിലും കിട്ടും. പിന്നെ പ്രായം കൂടി എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് ഉപേക്ഷിക്കാതിരുന്നാ മതി. മലയാള സിനിമ ഇപ്പം പഴയ പോലെ ഒന്നും അല്ല മേഡം, ഒരുപാട് അങ്ങോട്ട് മാറിപ്പോയി. എത്ര മാറിക്കെന്ന് പറഞ്ഞാലും ആക്ഷൻ കട്ട് ഇത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നേ.
ഒന്ന് അടങ്ങ്. ഞാൻ മേഡത്തോടൊന്ന് സംസാരിക്കട്ടെ. മേഡം, നമ്മൾ ഈ സിനിമയ്ക്ക് തിയേറ്റർ കിട്ടിയില്ല എങ്കിൽ ആമസോണിന് കൊടുക്കും. അതാണല്ലോ ഒരു ശരി. അതെ 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 അതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. പറഞ്ഞ എന്താ മനസ്സിലായില്ല? അതായത് മേഡത്തിനെ വെച്ച് അഭിനയിച്ചിട്ട് ഈ പടം ആമസോൺ കാട്ടിൽ കളയാനുള്ള പരിപാടിയാ. വലിയ ആന കൊണ്ടൊക്കെ ഇറങ്ങുന്ന കാടാ മേഡം. അയ്യോ, അതിന്റെ ആവശ്യമൊന്നും വരൂല. പടം നന്നാവുമല്ലോ. പടം നന്നാവണം. പടം നന്നാവാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ മേഡത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നത്. കഥ പറ. കഥയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. നമ്മുടെ സിനിമയുടെ കുറച്ച് സീനുകൾ അങ്ങ് വയനാട്ടിലെ ഉൾക്കാടുകൾക്കുള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അധികം ആളൊന്നും പോകില്ല, ഒരു 10 പേര് മാത്രം. പുലിക്കുള്ള ഫുഡ് പുള്ളീന്റെ അടുത്തേക്ക് തന്നെ കൊണ്ട കൊടുക്കുക എന്നർത്ഥം. പിള്ളയൊന്നും മിണ്ടാതിരിക്കും. നീ ഞാൻ കൃത്യമായിട്ട് കഥ പറഞ്ഞോട്ടെ മേഡം? അല്ല, ഇയാൾ സമ്മതിക്കോ കഥ പറയാൻ? ഒരു സെക്കൻഡ് ഒന്നും മിണ്ടാതിരിക്കും. കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ കഥ നടക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുകയാണ് നമ്മുടെ സിനിമയുടെ പേര്. ഇന്നില്ല നാളെ വാ. ഈ ടൈറ്റിൽ കണ്ട് ആരെങ്കിലും വരുമോ? വന്ന ആൾക്കാരൊക്കെ പോസ്റ്റർ കണ്ട് തിരിച്ചു പോകൂലേ? പിന്നെ ഒന്ന് മേഡം, നമ്മളിത് മലയാളം അല്ലാതെ തമിഴിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ടൈറ്റിൽ മാറും. ഇന്നില്ലേ നാളെ വാങ്ങോ. അത് കുഴപ്പമൊന്നുമില്ല. സിനിമ കൊള്ളാം. പിന്നെ നിങ്ങളുടെ അവിടെ എന്തൊക്കെയാ പ്രൊഡക്ഷൻ, എന്തൊക്കെയാ ഫുഡൊക്കെ എങ്ങനെയാ? പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മെനു എന്തെങ്കിലും മാഡത്തിനുണ്ടോ? ഉണ്ട്. എന്താണ്? പൊട്ടൻ ചുക്കാതി കോയമ്പും കരിമ്പുടും. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. പ്രൊഡക്ഷൻ ഫുഡ് മതി. പക്ഷെ പണ്ടൊക്കെ ഞങ്ങളെ സിനിമയിൽ എല്ലാവരും ഈ പ്രൊഡക്ഷൻ ഫുഡ് ഒന്നും കഴിക്കൂല. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. നല്ല രസമായിരുന്നേ. ആ നസീർ സാറ് കടുമാങ്ങ അച്ചാറ് കൊണ്ടുവരും. നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ സാറ് പുള്ളി ഇടിച്ചമ്മന്തി കൊണ്ടുവരും. ഈടെ ചമ്മന്തി കിട്ട എല്ലാവരും ഇടിയോടിടി അവിടെ. കഥ പറയാം. എന്റെ കഥ നടക്കുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. കൊച്ചിയിൽ എവിടെയാണ് ഗ്രാമം? ഫുള്ള് ഫ്ലാറ്റ് അല്ലേ? ഞാളിത് പറയാൻ സമ്മതിക്കുന്നു തോന്നില്ലാലോ. മിനിറ്റ്, അത് പ്രൊഡ്യൂസറാണ്. സാർ ഞാൻ ഇവിടെ നടിയുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നതാ. അതാ പറഞ്ഞോ. സാറേ അങ്ങനെ പറയാ. എല്ലാം പോയി. എന്ത് പറ്റിയടോ? എല്ലാം പോയി. എന്റെ സിനിമ പോയി. പ്രൊഡ്യൂസറെ വിളിച്ചത്, അയാൾ സിനിമ ചെയ്യുന്നില്ല. 42 വർഷത്തെ ഇടവേളക്ക് ശേഷം ഒന്ന് മലയാള സിനിമയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോ അതും നടക്കൂലേ? ഇത് പോയി മേഡം. കാര്യം ചെയ്യാം. നിന്റെ ഈ സിനിമ എനിക്ക് കൂടുതൽ കാശൊന്നും കയ്യിൽ ഉണ്ടായിട്ടില്ല. എന്നാലും നുള്ളിപ്പെറുക്കിയുള്ളത് കൊണ്ട് ഈ സിനിമ ചെയ്യാൻ ശരിക്കും പറയാൻ എത്ര രൂപ വരും? 1 കോടി രൂപ. അങ്ങനെയാണ് ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം. താങ്ക് യു സാർ, താങ്ക് യു. ഇത് നല്ലൊരു മനസ്സിനുടമയായിരുന്നല്ലേ. ഞാൻ അറിഞ്ഞ താങ്ക് യു. ഒരുപാട് സ്നേഹം സാർ. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് നല്ലൊരു നടിയെ വെച്ച് വേണം ഈ പടം ഷൂട്ട് ചെയ്യാൻ. നല്ലൊരു നായികയെ കണ്ടെത്തണം. അപ്പൊ ഞാനോ? എന്റെ പൊന്നു മേഡം, ഈ പടം ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ വേണ്ട രീതിയിൽ ഞാൻ പരിഗണിച്ചോളാം. ഒന്ന് പോടോ, എനിക്ക് വേണ്ട നിന്റെ സിനിമയൊന്നും. സ്വന്തം പൈസ തിരിച്ചിട്ട് ആർക്കും ആഗ്രഹം ഉണ്ടാവൂല അളിയാ.